Welcome, dear students. Welcome to the session 2 of income from salaries module. Okay, in this module we are going to discuss about the calculation of annuity and calculation of pension, commuted pension. Okay, so we can go to the explanation. So annuity എന്ന് പറയുന്നത് വാർഷികമായിട്ട് കിട്ടുന്ന ഒരു ബൾക്ക് എമൗണ്ടാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സാലറിയുടെ ഒരു ഭാഗമാണ്. സാലറിക്ക് ഒരുപാട് പാർട്ടുണ്ട്. ബേസിക് സാലറി, ആന്യൂറ്റി, ദെൻ പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ സർവീസിന് ശേഷം കിട്ടുന്ന കാര്യമാണ് പെൻഷൻ. ഓക്കെ, അപ്പോൾ വാർഷികമായിട്ട് കിട്ടുന്ന ഒരു വലിയ എമൗണ്ടാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആന്യൂറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാൽക്കുലേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഈസ് പെൻഷൻ. സോ പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർവീസ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി കിട്ടുന്ന എമൗണ്ടാണ് പെൻഷൻ. പെൻഷൻ ഈസ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസ് പേബിൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഓക്കെ, ദെൻ കമ്മ്യൂട്ടേഷൻ. നമ്മൾ ഈ പെൻഷൻ, ഒരാൾക്ക് മന്ത്ലി കിട്ടുന്ന പെൻഷൻ അത് മന്ത്ലി കിട്ടേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ കിട്ടണം എന്നൊരാൾ കരുതുകയാണെങ്കിൽ അയാൾക്ക് അതിനെ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മന്ത്ലി കിട്ടുന്ന എമൗണ്ടിൽ പാർഷ്യലിയോ അല്ലെങ്കിൽ ഫുള്ളിയോ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫുള്ളി കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മന്ത്ലി ഒന്നും കിട്ടത്തില്ല, പകരം ഒരു വലിയൊരു എമൗണ്ട് കിട്ടും. അതേസമയം പാർഷ്യലിയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് ബൾക്കായിട്ട് കിട്ടുകയും ചെയ്യും, ബാക്കിയുള്ള എമൗണ്ട് മന്ത്ലി പെൻഷനായിട്ട് കിട്ടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 10,000 രൂപ മന്ത്ലി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അയാൾ ഹാഫ് കമ്മ്യൂട്ട് ചെയ്തു, ഒരു 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടി. ദെൻ അപ്പോൾ 10,000 രൂപയുടെ ഹാഫ് കമ്മ്യൂട്ട് ചെയ്തു, 2 ലക്ഷം രൂപ മേടിച്ചു. ഇനി ബാക്കി ഹാഫായ 5,000 മാത്രമേ ഇനി എല്ലാ മാസങ്ങളിലും അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന ആ വലിയ തുകയാണ്, ബൾക്ക് എമൗണ്ടാണ് നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്കിനി പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോർമലി മന്ത്ലി കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ എമൗണ്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. സോ കമ്മ്യൂട്ടഡ് പെൻഷനായിട്ടുള്ള കാൽക്കുലേഷൻ ഇൻകം ടാക്സിൻ്റെ ആക്ട് പ്രകാരം കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒന്ന്, ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ അവർ കമ്മ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അഥവാ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. കമ്മ്യൂട്ട് ചെയ്യുന്ന തുകയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെയല്ല, ദോസ് ഹൂ റിസീവ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നവരും ഗ്രാറ്റുവിറ്റി കിട്ടാത്തവരും എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി മീൻസ് ഒരാൾ റിട്ടയർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ബൾക്ക് എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. സോ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ അയാൾ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ പെൻഷൻ്റെ ഒരു ഫുൾ വാല്യൂ ഉണ്ട്. ശ്രദ്ധിക്കുക, ഫുൾ വാല്യൂ മീൻസ് ഒരാൾക്ക് അയാൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ പകുതി കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സപ്പോസ് 2.5 ലക്ഷം രൂപ ലഭിച്ചു എന്നിരിക്കട്ടെ. സോ ഫുള്ള് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ ലഭിക്കും? 2.5 ലക്ഷത്തിൻ്റെ ഇരട്ടി, അഥവാ 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ആ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 1/3 അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്ത പെൻഷനിൽ നിന്നും അദ്ദേഹത്തിന് കുറച്ച് കൊടുക്കുന്നതാണ്. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ, ദോസ് ഹു ഡു നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി കിട്ടാത്തവരാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ഹാഫ് അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്ത തുകയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നതാണ്. സോ അതിൻ്റെ കാൽക്കുലേഷൻ വിശദമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. മിസ്റ്റർ എ റിട്ടയർഡ് ഫ്രം സർവീസ് ആൻഡ് ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ പെൻഷൻ ഓഫ് 5,000 പെർ മന്ത്. ഹി കമ്മ്യൂട്ടഡ് ഹാഫ് ഓഫ് ഹിസ് പെൻഷൻ ആൻഡ് റിസീവ്ഡ് ₹1 lakh. അപ്പോൾ 5,000 രൂപ പെർ മന്താണ് പെൻഷനായിട്ട് കിട്ടേണ്ടത്. അതിൻ്റെ പകുതി അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു. അങ്ങനെ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ പകുതി കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഫുള്ളാണെന്നെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ ഇരട്ടി, ദാറ്റ് ഈസ് 2 ലക്ഷം രൂപ, 2 lakhs rupees അദ്ദേഹത്തിന് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷനായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 5,000ൻ്റെ പകുതിയാണ് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അഥവാ 5,000ൻ്റെ പകുതി 2,500 ഇദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു. ഇനി ബാക്കി 2,500 വെച്ച് മാത്രമാണ് എല്ലാ മാസങ്ങളിലും കിട്ടുന്നത്. ആ 2,500 പകരമാണ് ഇപ്പോൾ 1 ലക്ഷം രൂപ ബൾക്ക് എമൗണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ 1 ലക്ഷം രൂപയെ നമുക്ക് എന്തെന്ന് പറയാം? കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ ഒരു കാൽക്കുലേഷനാണ്.
Mr. Goben retired from a company on 31st December 2020 and his pension was fixed at rupees 8,000 per month. അപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിരിക്കുന്നത് 31st ഡിസംബറിലാണ്. ദെൻ 8,000 പെർ മന്ത് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട്. ഹി ഡസ് നോട്ട് കമ്മ്യൂട്ട് എനി പാർട്ട് ഓഫ് ഹിസ് പെൻഷൻ. അപ്പോൾ പെൻഷൻ അദ്ദേഹം കമ്മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല, മന്ത്ലി തന്നെയാണ് മേടിക്കുന്നത്. സോ കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ പെൻഷൻ. സോ കമ്മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല, മന്ത്ലി പെൻഷൻ മേടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അഥവാ ടാക്സബിൾ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, മന്ത്ലി കിട്ടുന്ന പെൻഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. മന്ത്ലി കിട്ടുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് 8,000 രൂപയാണ് കിട്ടുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാസം ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടി അത്രയും മാസത്തെ തുക അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതാണ്. സോ ഇവിടെ 31st ഡിസംബർ 2020 ഇദ്ദേഹം റിട്ടയർ ആവുന്നത്. സോ 31st മാർച്ച് ആവാൻ ഇനി 3 മാസങ്ങളാണുള്ളത്. ദാറ്റ് മീൻസ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. സോ ഈ 3 മാസങ്ങളിൽ 8,000 രൂപ വെച്ച് കിട്ടും. സോ 8,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 24,000 റുപ്പീസാണ് ഇദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് ദ നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ. മിസ്റ്റർ എ retired from service on 31st December 2020. His monthly pension was fixed at 5,000 per month. He commuted 3/4 of his pension and received rupees 3 lakh. He did not receive any gratuity. Compute his taxable commuted pension and normal pension for the previous year 2020-21. സോ 2020-21 കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹം റിട്ടയർ ആയിരിക്കുന്നത് 31st ഡിസംബർ 2020. ഇനി 3 മാസങ്ങൾ അവിടെയുണ്ട്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 3 മാസത്തെ പെൻഷൻ തുകയും അതുപോലെ തന്നെ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്ന പെൻഷൻ്റെ ടാക്സബിൾ പോർഷനും നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ 5,000 രൂപയാണ് ഇദ്ദേഹത്തിന് പെർ മന്ത് കിട്ടേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്തു, 3/4 കമ്മ്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ 4/3 കമ്മ്യൂട്ട് ചെയ്തു. അങ്ങനെ 4/3 കമ്മ്യൂട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ 4/3 കമ്മ്യൂട്ട് ചെയ്തപ്പോഴാണ് 3 ലക്ഷം രൂപ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്, അഥവാ മുഴുവനും കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ ഇദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ 4/3 ഈ പറയുന്ന 3 ലക്ഷം. ഓക്കെ, അപ്പോൾ 4 എത്ര എന്ന് പറയുമ്പോൾ നമുക്കത് 4 ലക്ഷമാണെന്ന് മനസ്സിലാവും. സോ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ലാക്കിനെ, ഇപ്പോൾ ഇവിടെ 3/4 എന്ന് പറയുന്ന ഫിഗറിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ 4/3 എന്ന് കിട്ടും. 4/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3 ലാക്ക് ഇൻറ്റു 4/3. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടും. ഞാനതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു കേക്ക് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 പീസിൽ 3 പീസിൻ്റെ വാല്യൂ ആണ് 3 ലക്ഷം. ഓക്കെ, 4/3. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 4/1 വാല്യൂ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 4/3 പീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 3 പീസിൻ്റെ വാല്യൂ 3 ലക്ഷമാണെങ്കിൽ ഒരു പീസിന് എത്ര വാല്യൂ ആണ്, 1 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 4 പീസിനും കൂടെ 4 ലക്ഷം രൂപയാണ്. ദാറ്റ് മീൻസ് ഫുൾ വാല്യൂ 4 ലക്ഷമാണ്. ആ ഒരു ലോജിക്കാണ് അവിടെ വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 3/4 റിവേഴ്സ് ചെയ്യുക, 4/3 കൊണ്ട് ആ 3 ലാക്കിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് നമുക്കവിടെ കിട്ടും. അഥവാ 4 ലാക്കാണ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അഥവാ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുക മുഴുവനും അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന തുകയാണ് 4 ലക്ഷം രൂപ. ഓക്കെ, ആ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ഒരു 1/3 ആണ്. 1/3ഉം 1/2ഉമാണ് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഗ്രാറ്റുവിറ്റി ഇവിടെ പറയുന്നത് ഹി ഡിഡ് നോട്ട് റിസീവ് എനി ഗ്രാറ്റുവിറ്റി. നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ലിസൺ. ഇവിടെ ദോസ് ഹു റിസീവ്സ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നവരാണെങ്കിൽ അവർക്ക് 3/1 എക്സംപ്റ്റഡ് ആണ്. ഗ്രാറ്റുവിറ്റി കിട്ടാത്തവരാണെങ്കിൽ പകുതിയും എക്സംപ്റ്റഡ് ആണ്. അഥവാ ഗ്രാറ്റുവിറ്റി കിട്ടാത്തവർക്കാണ് കൂടുതൽ ഇളവ് കൊടുക്കുന്നത് എന്നർത്ഥം. ഗ്രാറ്റുവിറ്റി കിട്ടാത്തവരാണെങ്കിൽ ഈ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ഹാഫ് ഒഴിവാക്കി കൊടുക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ പറയുന്നത് ഹി ഡിഡ് നോട്ട് റിസീവ് എനി ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണ്. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ എക്സംപ്ഷൻ കൊടുക്കണം. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് ദ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ദാറ്റ് മീൻസ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ 4 ലാക്കാണ്. ആ 4 ലാക്കിൻ്റെ പകുതി 2 ലക്ഷം രൂപ ഇവർക്ക് ഒഴിവാക്കി കൊടുക്കും. ആ 2 ലക്ഷം രൂപ ഒഴിവാക്കുന്നത് എവിടെ നിന്നാണ്? ഇദ്ദേഹത്തിന് കിട്ടിയ 3 ലക്ഷത്തിൽ നിന്നാണ് 2 ലക്ഷം രൂപ ഒഴിവാക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ള 1 ലക്ഷം രൂപയാണ് അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട തുക. മാത്രമല്ല ഇദ്ദേഹം 5,000 രൂപയുടെ
4/3 കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി 5000 രൂപയുടെ 1/4 ഇദ്ദേഹത്തിന് എന്തായിട്ട് കിട്ടും? മന്ത്ലി പെൻഷനായിട്ട് കിട്ടും. സോ 5000ൻ്റെ 4/1 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1250 നമുക്ക് കിട്ടും. ആ 1250 വെച്ച് അദ്ദേഹത്തിന് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിലും എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. സോ 1250 വെച്ച് കിട്ടുന്ന 3 മാസങ്ങളിലെ പെൻഷനും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ പെൻഷൻ, ടാക്സബിൾ പെൻഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ. സോ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ പെൻഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 lakh ഇൻറ്റു 4/3, ദാറ്റ് ഈസ് 4 lakh. ആ 4 lakhൻ്റെ ഹാഫാണ് ഇദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുന്നത്, കാരണം ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളായതുകൊണ്ട്. സോ 4 lakhൻ്റെ ഹാഫ് 2 ലക്ഷമാണ്. സോ അദ്ദേഹത്തിന് കിട്ടിയ തുക 3 ലക്ഷം രൂപയാണ്. കമ്പ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് 3 lakh ആണ്. അതിൽ നിന്ന് ഈ 2 ലക്ഷം രൂപ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. സോ ബാക്കിയുള്ള 1 ലക്ഷം രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. മാത്രമല്ല 5000 രൂപ മന്ത്ലി പെൻഷൻ്റെ 5000 രൂപയുടെ 4/1 ഇദ്ദേഹത്തിന് പെർ മന്തിന് കിട്ടും. ആ 4/1 ദാറ്റ് മീൻസ് 1250 രൂപ വരുന്ന 3 മാസങ്ങളിൽ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 3 മാസങ്ങളിൽ കിട്ടും. അഥവാ മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1250 × 3 3750 രൂപ വരും. സോ ആ 1 ലക്ഷവും അതുപോലെ ഈ പറയുന്ന 3750, ഈ 1 ലക്ഷവും ഈ 3750 കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തം 1,3750 രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ടാക്സബിൾ പെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്ന, ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന തുക 3 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ എടുത്തു. ആ 3 ലക്ഷം രൂപ 4/3 ആണെങ്കിൽ ഫുൾ എമൗണ്ട് എത്രയാണ്? ആ ഫുൾ എമൗണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 4 ലക്ഷം രൂപ. ഓക്കെ, ഈ 4 ലക്ഷത്തിൻ്റെ പകുതി ഇദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കും, കാരണം ഇദ്ദേഹം ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളല്ല. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ 3/1 മാത്രമേ ഒഴിവാക്കി കൊടുക്കത്തുള്ളൂ. ഇവിടെ ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളായതുകൊണ്ട് പകുതിയും ഒഴിവാക്കി കൊടുക്കും. ദാറ്റ് ഈസ് 4 ലക്ഷത്തിൻ്റെ പകുതി 2 ലക്ഷം രൂപ ഒഴിവാക്കി കൊടുക്കും. ഈ 3 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ഒഴിവാക്കി കൊടുക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് 3 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറയ്ക്കുമ്പോൾ 1 ലക്ഷം രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ട തുക. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം അടയ്ക്കേണ്ടത് മന്ത്ലി കിട്ടുന്ന 1250 രൂപയുടെ 3 മാസങ്ങളിലുള്ള എമൗണ്ട് കൂടെ അടയ്ക്കണം. ദാറ്റ് മീൻസ് 3750 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം ടോട്ടൽ ടാക്സബിൾ പെൻഷൻ എന്ന് പറയുന്നത് 1,3750 രൂപയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 4 ആണ്. സോ ഇവിടെ മിസ്റ്റർ രമേശ് റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ 31st December 2020. ഹിസ് മന്ത്ലി പെൻഷൻ വാസ് ഫിക്സഡ് ₹6,000 പെർ മന്ത്. ഹി കമ്മ്യൂട്ടഡ് ഹാഫ് ഓഫ് ഹിസ് പെൻഷൻ ആൻഡ് റിസീവ്ഡ് 2,70,000. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ പകുതിയാണ് ഇദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പകുതി കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 2,70,000 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫുള്ള് കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടിയാണ്. ദാറ്റ് മീൻസ് മൊത്തം കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ 2,70,000 ഇരട്ടി, അതായത് 5,40,000, 5,40,000. So compute his taxable commuted pension for the previous year 2020-21 and a normal pension if he is a government employee. So listen carefully. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹം എത്രയാണോ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2,70,000 ആണ്. അത്രയും തുക എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഒരു പ്രൈവറ്റ് എംപ്ലോയി ഹു റിസീവ്സ് ഗ്രാറ്റുവിറ്റി, രണ്ടാമത്തെ സെഷൻ, ഗ്രാറ്റുവിറ്റി കിട്ടിയ ആളാണെങ്കിൽ ഈ 2,70,000 എന്ന് പറയുന്നത് ഇദ്ദേഹം കമ്മ്യൂട്ട് ചെയ്ത, അതായത് പെൻഷൻ്റെ പകുതി കമ്മ്യൂട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയതാണ്. സോ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് 5,40,000 ആണ്. നമുക്കറിയാം ഇതെങ്ങനെയാണ് 5,40,000 നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ 2,70,000 രൂപ ഹാഫ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. സോ ഫുൾ വാല്യൂ കമ്മ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 5,40,000 കിട്ടുന്നത്. അപ്പോൾ ഈ 5,40,000 നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ 5,40,000ൻ്റെ 1/3, ശ്രദ്ധിക്കുക, 1/3 ഒഴിവാക്കി കൊടുക്കും. ആർക്കാണ്? പ്രൈവറ്റ് എംപ്ലോയി ഹു റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ 1/3 ഒഴിവാക്കി കൊടുക്കും. സോ 5,40,000ൻ്റെ 1/3 എന്ന് പറയുന്നത് 1,80,000 ആണ്. സോ 2,70,000 നിന്നും ആ 1,80,000 ഒഴിവാക്കി കൊടുക്കും. ഇനി അടുത്ത ആളാണെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയി ഹു ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിൽ ഈ പറയുന്ന 5,40,000ൻ്റെ ഹാഫാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. അഥവാ 2,70,000 ആണ്. 5,40,000ൻ്റെ ഹാഫ് 2,70,000 ആണ്. സോ 2,70,000 തന്നെ ഒഴിവാക്കി കൊടുക്കും. അഥവാ ഇവിടെ ഇദ്ദേഹം മേടിച്ചിരിക്കുന്ന തുകയും 2,70,000 തന്നെയാണ്. അതിൽ നിന്ന് 2,70,000 ഒഴിവാക്കി കൊടുക്കും. മീൻസ് അദ്ദേഹം പിന്നെ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 3 കേസസിലും ഇദ്ദേഹം 6,000 രൂപയുടെ പകുതിയാണ് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 6,000 രൂപയുടെ പകുതി കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദാറ്റ് മീൻസ് 3,000 രൂപ വെച്ച്, ബാലൻസ് 3,000 രൂപ വെച്ച് ഇദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് കിട്ടും.
ഓക്കെ, ദാറ്റ് മീൻസ് ഇനി ആ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 31 ഡിസംബറിൽ ഇവിടെ ഇദ്ദേഹം റിട്ടയർ ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഇനി ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളാണുള്ളത്. സോ 3 മാസങ്ങൾ ഇദ്ദേഹത്തിന് 3000 രൂപ വെച്ച് പെൻഷൻ കിട്ടും. ദാറ്റ് മീൻസ് 9000 രൂപ ഇദ്ദേഹത്തിന് ലഭിക്കും. ഓക്കെ, സോ 9000 രൂപ ലഭിക്കുമ്പോൾ ആ 9000 രൂപ ഈ പറയുന്ന ഗവൺമെൻറ് എംപ്ലോയിക്കും അതുപോലെ രണ്ടാമത്തെ ആൾക്കും മൂന്നാമത്തെ ആൾക്കും 9000 രൂപ നിർബന്ധമായിട്ടും ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2,70,000 മാത്രമാണ് ഗവൺമെൻറ് എംപ്ലോയിക്ക് എക്സംഷൻ വരുന്നത്. പിന്നെ ഈ മൂന്നാമത്തെ കേസിൽ അദ്ദേഹത്തിന് 2,70,000 രൂപയും എക്സംഷൻ വരുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ കേസിൽ ആൾക്ക് 2,70,000 രൂപയിൽ 1,80,000 രൂപ മാത്രമേ കുറവ് വരുന്നുള്ളൂ. ബാക്കിയുള്ള തുകയും അതുപോലെ തന്നെ എല്ലാവരും ഈ 3 ആളുകളും 9,000 രൂപ അഥവാ 3000 × 3 എന്ന് പറയുന്ന 9,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടതാണ്. സോ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. സോ നിങ്ങളത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഈസ് ഗ്രാറ്റുവിറ്റി. അടുത്ത സെക്ഷനാണ്. അതായത് നമ്മുടെ സാലറിയുടെ മറ്റൊരു പാർട്ടാണ്. സാലറിയുടെ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്തത് വേജസ് എന്ന് പറയുന്ന പാർട്ടാണ്. രണ്ടാമത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂട്ടഡ് പെൻഷനാണ്. മൂന്നാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി. സോ ഗ്രാറ്റുവിറ്റി മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ബൾക്ക് എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അനദർ ബെനിഫിറ്റ് ഗീവൻ ടു ആൻ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ ടാക്സബിൾ കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഗവൺമെൻറ് എംപ്ലോയി, സെമി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗ്രാറ്റുവിറ്റി അവർക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്, ഫോർ എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇനി ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തവരാണെങ്കിൽ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എംപ്ലോയീസ് ആണെങ്കിൽ, ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അഥവാ ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് ഒഴിവാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, എത്രയാണോ ഗ്രാറ്റുവിറ്റി കിട്ടിയത് അത്. ദ നോട്ടിഫൈഡ് ലിമിറ്റ് ഓഫ് 20 lakh. പിന്നെ ഒരു 20 lakh എന്ന് പറയുന്നൊരു എമൗണ്ട് നിയമം പറയുന്നുണ്ട്, ആ എമൗണ്ട്. മൂന്നാമത് പറയുന്നത് 15 days ആവറേജ് വേജസ് ഫോർ എവറി 1 കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. അപ്പോൾ ഇനി എത്ര വർഷം ഇദ്ദേഹം ജോലി കംപ്ലീറ്റ് ചെയ്തു അത്രയും വർഷത്തിൻ്റെ എണ്ണം വെച്ചിട്ട് 15 ദിവസത്തെ ആവറേജ് സാലറി കണക്ക് കൂട്ടും. 15 ദിവസത്തെ ആവറേജ് സാലറി കണക്ക് കൂട്ടിയിട്ട് എത്ര വർഷമാണോ ഇദ്ദേഹം സർവീസ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ സർവീസ് ചെയ്തിട്ടുള്ളത് അത്രയും വർഷം വെച്ചിട്ട് ആ 15 ദിവസത്തെ ആവറേജ് സാലറി വെച്ച് മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, ദെൻ അവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഒരു വർഷത്തിന് ഏറ്റവും അവസാനത്തെ വർഷം അദ്ദേഹം കുറച്ച് മാസങ്ങളെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 6 മാസത്തിൽ കൂടുതൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 വർഷമായിട്ട് കണക്ക് കൂട്ടും. ഫോർ എക്സാമ്പിൾ 34 വർഷവും 7 മാസവും കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അത് 35 വർഷമായിട്ട് കണക്ക് കൂട്ടും. എന്നിട്ട് 35 ഗുണം ആ 15 ദിവസത്തെ ആവറേജ് സാലറി എത്രയാണോ അത് വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 15 ദിവസത്തെ ആവറേജ് സാലറി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഇവിടെ ആവറേജ് സാലറി നമ്മൾ കണക്കൂട്ടാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു മാസം മൊത്തം 26 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് നമ്മൾ കണക്കാക്കും. അതുപോലെ തന്നെ വേജസ് എന്ന് പറയുന്നത് ബേസിക് സാലറിയും DAയും കൂടെ ചേർത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതൊന്നാമത്തെ സിറ്റുവേഷനാണ്. നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ ഫോർ അതർ എംപ്ലോയീസ്, അതായത് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും ലീസ്റ്റാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. ഒന്ന്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, കിട്ടിയ തുക. 2, ലിമിറ്റ് 10 lakh ആണ്. 3, ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ എവറി 1 കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ദെൻ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസിൻ്റെ എണ്ണം വെച്ചിട്ട് ആവറേജ് സാലറിയുടെ പകുതി കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത ഒരു തുക.
അവിടെ മന്ത്സ് ടു ബി ഇഗ്നോർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 34 വർഷവും 7 മാസവും ഒക്കെ ആണെങ്കിൽ ഇവിടെ 34 വർഷം മാത്രമേ എടുക്കത്തുള്ളൂ. മന്ത് ഇവിടെ അവോയ്ഡ് ചെയ്യും. രണ്ടാമത്തെ സിറ്റുവേഷനിൽ മന്ത് അവോയ്ഡ് ചെയ്യും. സോ അങ്ങനെ 34 വർഷങ്ങളാണെങ്കിൽ 34 ഇൻറ്റു ഹാഫ് മന്ത് ആവറേജ് സാലറി അതെത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട്, ആവറേജ് സാലറിയുടെ പകുതി അതെത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എത്ര വർഷങ്ങൾ അത്രയും അയാൾ ജോലി ചെയ്തോ അത്രയും വർഷം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ 3 എമൗണ്ട് കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാൽക്കുലേഷനിലോട്ട് നമുക്ക് പോകാം. സോ ഇല്ലസ്ട്രേഷൻ 5 ആണ്. ആഫ്റ്റർ സെർവിങ് 33 years and 9 months in a company, Mr. D, who is covered under the Payment of Gratuity Act, retires from service on 30th November 2020. The employer pays him a gratuity of rupees 3 lakh. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റി 3 ലക്ഷം രൂപയാണ്. ഹിസ് മന്ത്ലി സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് വാസ് rupees 10,000. അപ്പോൾ റിട്ടയർ ആവുന്ന സമയത്തുള്ള മന്ത്ലി സാലറി 10,000 ആണ്. ദെൻ ഹൗസ് റെൻറ്റ് അലവൻസ് rupees 1,300. You are required to determine the amount of gratuity exempt under section 10 subsection 10 of IT Act, Income Tax Act. So നമ്മുടെ ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷനാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പറയുന്നത്. സോ ഇദ്ദേഹം ഇവിടെ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ആളാണ്. സോ നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്നുകൂടെ നോക്കാം. ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ആളാണെങ്കിൽ, അതായത് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് അവർക്ക് ബാധകമായിട്ട് വരുന്നത്. ഒന്ന്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്ര, അതുപോലെ നോട്ടിഫൈഡ് ലിമിറ്റ് എത്ര, അതുപോലെ തന്നെ ഈ 15 days ആവറേജ് സാലറി ഫോർ കംപ്ലീറ്റഡ് ഇയേഴ്സ് എന്നുള്ള ഈ ഒരു കാൽക്കുലേഷൻ നമ്മളെടുക്കും. ഇതിൽ 3-ൽ ഏറ്റവും ചെറുത് ഏതാണോ ആ ചെറിയ തുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റിയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സോ ഇവിടെ കണക്കിൽ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ആക്ച്വലി കിട്ടിയ തുക എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. നോട്ടിഫൈഡ് ലിമിറ്റ്, ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ആളായതുകൊണ്ട് നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakh ആണ്, 20 ലക്ഷം രൂപയാണ്. ഇനി മൂന്നാമതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആവറേജ് സാലറി 15 days ആവറേജ് സാലറി നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ ഇദ്ദേഹത്തിന് 10,000 രൂപയാണ് കിട്ടുന്നത്. 10,000 രൂപ എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് DA, ഞാൻ ഒന്നുകൂടെ എൻ്റെ കാൽക്കുലേഷനിലോട്ട് വരികയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ബേസിക് പ്ലസ് DA എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നമ്മളവിടെ അവരുടെ വേജസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നൊരു തുക പറയുന്നുണ്ട്. 1,300 രൂപ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നുണ്ട്. സോ നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബേസിക് സാലറി പ്ലസ് DA മാത്രം കണക്കിലെടുത്താൽ മതി. ഓക്കെ, സോ അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കിട്ടിയ 3 ലക്ഷം രൂപ, രണ്ടെന്ന് വെച്ചാൽ നോട്ടിഫൈഡ് ലിമിറ്റ് 20 lakh, മൂന്നാമത് പറയുന്നത് ഈ 15 days ഓഫ് ആവറേജ് സാലറി. സോ ഒരു മാസത്തിൽ 26 ദിവസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ട് എന്ന് കണക്കൂട്ടുന്നത്. സോ നമ്മുടെ കാൽക്കുലേഷനിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, 26 days എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ 26 days വെച്ചിട്ടാണ് നമ്മൾ ആവറേജ് സാലറി കണക്കൂട്ടുന്നത്. അപ്പോൾ 10,000-ൻ്റെ ആവറേജ് സാലറി, 15 ദിവസത്തെ ആവറേജ് സാലറി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 10,000 ഡിവൈഡഡ് ബൈ 26, കാരണം ഒരു മാസം 26 days ആണുള്ളത്. സോ ഒരു ദിവസത്തെ സാലറി എത്രയാണ്? 10,000-നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും, ഇൻറ്റു 15. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ടാണ് 15 days ആവറേജ് സാലറി എന്ന് പറയുന്നത്. ആ ഒരു സാലറിയെ ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. സോ ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 33 years and 9 months എന്ന് പറയുന്നുണ്ട്. സോ 6 മാസത്തിൽ കൂടുതലുള്ളതിനെ നമ്മളൊരു വർഷമായിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ 34 years ആയിട്ട് കണക്കാക്കാം. സോ 34 ഇൻറ്റു നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന 15 days ആവറേജ് സാലറി വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് ആ മൂന്നാമത്തെ എമൗണ്ട് കിട്ടുന്നത്. അതിലേറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ ആ ചെറിയ എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം മേടിച്ച ഈ ഗ്രാറ്റുവിറ്റി ആയിട്ടുള്ള 3 ലക്ഷം രൂപയിൽ കുറവ് വരുത്തി കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്കത് നോക്കാം, അതിൻ്റെ കാൽക്കുലേഷൻ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും നോക്കുക, ഇവിടെ 3 എമൗണ്ടുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 3 lakh, 3 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 2 നിയമം പറയുന്ന 20 ലക്ഷം രൂപ. ഇനി നമ്മളിവിടെ 15 days ആവറേജ് സാലറി കണ്ടുപിടിച്ചിരിക്കുന്നത് എല്ലാവരും നോക്കുക. 10,000 എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്ലി തുക. 26 ദിവസം കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസത്തെ സാലറി 10,000-നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആ കിട്ടുന്ന തുകയെ 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. 10,000 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15.
10,000-നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 5,769 രൂപ കിട്ടുന്നത്. സോ 5,769-നെ 34 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ഓക്കെ, 34 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് 1,96,154, 1,96,154. സോ ഇങ്ങനെ 3 തുകകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 ലക്ഷം, അതുപോലെ 20 ലക്ഷം, അതുപോലെ 1,96,154. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇതിലേതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? തീർച്ചയായും 1,96,154 സോ അത് നമ്മളവിടെ എന്ത് ചെയ്യും? ഇദ്ദേഹം എടുത്ത 3 ലക്ഷം രൂപയിൽ കുറച്ച് കൊടുക്കും. സോ അത് കുറയ്ക്കുമ്പോൾ 1,03,846 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റിയിൽ ടാക്സബിളായിട്ട് അടയ്ക്കാൻ വേണ്ടി, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 6 നോക്കാം. സോ ഇവിടെ മിസ്റ്റർ ബി വാസ് ആൻ എംപ്ലോയി ഓഫ് ജിയോജിത്ത്. ആഫ്റ്റർ 42 years of service, he retired on 28 February 2020. He was drawing an average monthly salary of 6,000 from 1/1/2017. On retirement, he received a gratuity of rupees 1,26,000. Determine the taxable amount of gratuity. അപ്പോൾ ഇദ്ദേഹം ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ വരുന്ന ആളല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. അതുപോലെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നും പറയുന്നില്ല. ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഗ്രാറ്റുവിറ്റി 1,26,000 രൂപയാണ്. അതുപോലെ തന്നെ ആവറേജ് മന്ത്ലി സാലറി നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 6,000 ആവറേജ് മന്ത്ലി സാലറി 6,000 തന്നിട്ടുണ്ട്. സോ 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കും. ആ 3 കാര്യങ്ങൾ ഏറ്റവും ചെറിയ തുകയാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നത്. സോ ഗ്രാറ്റുവിറ്റി ആക്ടിന് വിധേയമായിട്ടല്ലാത്ത ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, സോ ഇവിടെ എല്ലാവരും നോക്കുക. തേർഡ് വൺ, അതർ എംപ്ലോയീസ്. ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ വരാത്ത ആളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, കിട്ടിയ തുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1,26,000 ദെൻ രണ്ടാമത് നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakh. മൂന്നാമത് പറയുന്നത് ഹാഫ് മന്ത്സ് ആവറേജ് സാലറി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവറേജ് സാലറി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. ഫോർ എവറി 1 completed years of സർവീസ്. ഓരോ കംപ്ലീറ്റ് ചെയ്ത വർഷങ്ങൾക്കും ഈ പറയുന്ന ആവറേജ് സാലറിയുടെ പകുതി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വർഷം കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന തുക. ഇതിലേത് തുകയാണോ ഏറ്റവും ചെറുത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ആവറേജ് സാലറി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് സാലറി ഈസ് ഈക്വൽ ടു 10 months ആവറേജ് സാലറി പ്രിസീഡിങ് ദ മന്ത് ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള 10 മാസങ്ങളുടെ സാലറിയുടെ ആവറേജിനെയാണ് ആവറേജ് സാലറി എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ലാസ്റ്റ് മാസങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഒരു 5,000 രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാലറി ആയിട്ട്. സോ 10 മാസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 10 മാസങ്ങളൂടെ ചേർത്തിട്ട് 50,000, 50,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5,000. അഥവാ ലാസ്റ്റ് 10 മാസങ്ങളിൽ എത്രയാണോ സാലറി കിട്ടിയത് അതിൻ്റെ ആവറേജാണ് അവിടെ കണക്ക് കൂട്ടാൻ വേണ്ടി എടുക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ജിയോജിത്തിലെ എംപ്ലോയി ആണ് മിസ്റ്റർ ബി. അദ്ദേഹം 42 years സർവീസ് ഉണ്ട്. അദ്ദേഹത്തിന് ആവറേജ് മന്ത്ലി സാലറി ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയ ഗ്രാറ്റുവിറ്റി 1,26,000 ആണെന്ന് പറയുന്നുണ്ട്. സോ 3 കാര്യങ്ങൾ നമ്മളവിടെ എടുക്കും. ഒന്ന്, അദ്ദേഹത്തിന് കിട്ടിയ തുക 1,26,000. 2, നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakh. 3, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് കിട്ടിയ ആവറേജ് സാലറിയുടെ ഹാഫ്. ആ ഹാഫ് ഇൻറ്റു ഇദ്ദേഹം എത്ര ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മന്ത് ഉണ്ടെങ്കിൽ മന്ത് അവോയ്ഡ് ചെയ്യണം. ഇവിടെ മന്തൊന്നും പറഞ്ഞിട്ടില്ല. സോ 42 years ആണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? സർവീസ് നൽകിയിട്ടുള്ളത്. സോ 42 ഇൻറ്റു ഹാഫ് ഓഫ് ദ ആവറേജ് മന്ത്ലി സാലറി. സോ ഇവിടെ ആവറേജ് മന്ത്ലി സാലറി 6,000 ആണ്. അതിൻ്റെ ഹാഫ് 3,000 ആണ്. സോ 3,000 ഇൻറ്റു 42 എന്ന് പറയുന്ന ആ ഒരു ഫിഗറാണ് മൂന്നാമതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ 3 ഫിഗേഴ്സിലും ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒഴിവാക്കി കൊടുക്കേണ്ടത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വൽ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് 1,26,000. നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakh. ദെൻ 6,000-ൻ്റെ ഹാഫ് അഥവാ 3,000 ഇൻറ്റു 42 years ആണ് ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1,26,000 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൽ ഈ 3 എമൗണ്ടുകളിൽ ലീസ്റ്റ് നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ വരുന്നുണ്ട്. ഏറ്റവും ചെറുത് 1,26,000 ആയിട്ടുള്ള തുക തന്നെയാണ്. സോ ഇദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട് 1,26,000 തന്നെയാണ്.
എക്സംഷനായിട്ട് വന്നിരിക്കുന്നതും അതിൽ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതും 1,26,000 തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 1,26,000 നിന്ന് 1,26,000 കുറയ്ക്കുമ്പോൾ ഇദ്ദേഹം ഒന്നും തന്നെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. അഥവാ ഇദ്ദേഹത്തിൻ്റെ ടാക്സ് കാൽക്കുലേഷനിലോട്ട് ഈ 1,26,000 രൂപയിൽ നിന്നും 1 രൂപയും പോകുന്നില്ല. ഓക്കെ, ഇല്ലസ്ട്രേഷനോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 7. Mr. Y was an employee of PQR Limited after 29 years and 11 months of service. He retired on 1st January 2021. He was drawing an average monthly salary of 2,500 from 1st March 2020. On retirement, he received a gratuity of 46,000. Determine the taxable amount of gratuity. സോ ഇദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറയുന്നില്ല, ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത ഇല്ലസ്ട്രേഷൻ 6 പോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 3 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട്, ദാറ്റ് ഈസ് 46,000. ദെൻ രണ്ടാമത്തെ കാര്യം നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakh ആണ്. മൂന്നാമത്തെ കാര്യം ഹാഫ് ഓഫ് ആവറേജ് സാലറി, അതായത് ഇവിടെ 2,500 രൂപയാണ് ആവറേജ് മന്ത്ലി സാലറി. സോ അതിൻ്റെ പകുതി എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തോ അത്രയും. ഇവിടെ പറയുന്നത് 29 years ആൻഡ് 11 months ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ മന്ത് ഒഴിവാക്കണം. ഗ്രാറ്റുവിറ്റി ആക്ടിന് കീഴിൽ വരാത്ത ആൾക്കാരുടെ കാൽക്കുലേഷനിൽ മന്ത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. അപ്പോൾ 29 years മാത്രം നമ്മളിവിടെ എടുത്താൽ മതി. സോ ആ പറയുന്ന 3 കാര്യങ്ങൾ, അഥവാ ഇദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് ഗ്രാറ്റുവിറ്റി 10 lakh, അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജ് സാലറിയുടെ പകുതി വെച്ചിട്ട് 29 years കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ഇതിൽ 3 ഏറ്റവും ചെറുതാണോ അതാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സോ ഇവിടെ ആക്ച്വൽ എമൗണ്ട് കിട്ടിയ 46,000, നോട്ടിഫൈഡ് ലിമിറ്റ് 10 lakh ആണ്. അതുപോലെ തന്നെ 2,500 പകുതിയാണ്, ഇൻറ്റു 29 ആണ്. ഇൻറ്റു 30 നമ്മൾ എടുക്കത്തില്ല, കാരണം മന്ത്സ് നമ്മൾ ഇഗ്നോർ ചെയ്യണം. സോ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 36,250 ആണ്. സോ 36,250 ആണ് ഈ 46,000 നിന്നും ഒഴിവാക്കി കൊടുക്കുന്നത്. സോ പോയിട്ട് ബാക്കിയുള്ള 9,750 റുപ്പീസാണ് ഇദ്ദേഹം ടാക്സബിൾ എമൗണ്ടായിട്ട് കാണിക്കേണ്ടത്. അഥവാ ഈ 9,750 റുപ്പീസ് ടാക്സബിൾ എമൗണ്ട് അല്ല. ദാറ്റ് മീൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 9,750 കൂടെ ഇദ്ദേഹത്തിൻ്റെ ഇൻകത്തിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻസ് ചെയ്യാൻ പറ്റും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻസ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങളത് ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ.